കഴിഞ്ഞ ജനുവരി 20 അമേരിക്കയുടെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റെടുത്ത ട്രംപിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം നമ്മളെല്ലാവരും കേട്ടു. അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയാണ്: ഐ ഫെൽറ്റ് പ്രൊവിഡൻഷ്യൽ ഹാൻഡ്സ് ഓഫ് എ ലവിങ് ഗാഡ് എന്ന്. പക്ഷെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു കരുതലും ഇല്ല തീരുമാനങ്ങളിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞത് ഇല്ലീഗലായിട്ടുള്ള താമസക്കാരെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കും. ഇനി അമേരിക്കയിൽ 2 ജെൻഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് പലരെ ആശങ്കയിലാഴ്ത്തി. കാരണം അമേരിക്കയിൽ 7.4 കോടി ഇല്ലീഗൽ താമസക്കാരുണ്ട്. അതിൽ 7.25 ലക്ഷം ആൾക്കാർ ഇന്ത്യക്കാരാണ്. അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്. എത്രയോ പേരാണ് ഭീതിയുടെ നിഴലിലായിരിക്കുക. ഒരാളുടെ പ്രഖ്യാപനം ഒരു ലോകത്തെ മുഴുവൻ ഇങ്ങനെ ആശങ്കയിലാക്കുകയാണ്. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചെങ്ങനെയാണ്: ദ ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക ഹാസ് ബിഗിൻ റൈറ്റ് നൗ എന്ന്. എന്ത് ഗോൾഡൻ ഏജ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇന്നത്തെ ഗോസ്പലിൽ ഈശോയുടെ നയപ്രഖ്യാപന പ്രസംഗം നടത്താണ്. ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ വരി ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളവന് പിന്നെ എന്താ പറയാൻ പറ്റുന്നത്? എല്ലാവർക്കും മോചനമാണ്. ദരിദ്രർക്ക് സുവിശേഷമാണ്. അന്ധർക്ക് കാഴ്ചയാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമാണ്. ബന്ധിതർക്ക് മോചനമാണ്. സ്വീകാര്യമായ വത്സരമാണ്. ഈശോ വായിക്കുന്നത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 61 അധ്യായമാണ്. പക്ഷേ അതിലൊരു വാക്യം ഈശോ വായിക്കുന്നില്ല. 61 അധ്യായം 2 വാക്യം, നമ്മുടെ കർത്താവിൻ്റെ പ്രതികാര ദിനം. ഇത് ഈശോ വായിക്കുന്നില്ല. കാരണം എന്താ? കർത്താവിന് പ്രതികാരം ചെയ്യാൻ അറിയില്ല. സ്നേഹം മാത്രമാണ് കർത്താവ്, പ്രതികാരമില്ല. നമ്മുടെ ലോക നേതാക്കന്മാരൊക്കെ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടാൽ ഈ ലോകം എത്രയോ മനോഹരമാകും.